ഒത്തിരി പ്രതീക്ഷകളോടെ ഒരു പുതിയൊരു വർഷത്തിനെ വരവേറ്റിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഈ ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളിലേറെ പേര്. അതിൽ ഒരു ഗവൺമെൻറ് ജോലി എന്നൊരാഗ്രഹമായിരിക്കും നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ളത്. അത് ഈ വർഷം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോജിക് മാത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ലോജിക് മാത്ത് AN ക്രിയേഷൻസ്. ഗോളം പഠിക്കുമ്പോൾ ഏതൊരു 3 ഡയമെൻഷണൽ ഫിഗറിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന പോലെയും ബേസിക്കായിട്ട് അതിൻ്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, വോളിയം ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണെന്നുള്ളത്. അതായത് ഒരു ഗോളത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ആ ഗോളത്തിലേക്കുള്ള അകലമാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗോളത്തിൻ്റെ ആരം 6 ആണ് എങ്കിൽ അതിൻ്റെ ഉപരിതല പരപ്പളവും വക്രതല പരപ്പളവും തുല്യമായിരിക്കും. ഒരു ഗോളത്തിൻ്റെ വക്രതല പരപ്പളവും ഉപരിതല പരപ്പളവും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉപരിതല പരപ്പളവ് എന്താണോ അത് തന്നെയായിരിക്കും അതിൻ്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആയിരിക്കും. അത് തന്നെയായിരിക്കും അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും 4πr². ഇനി അതിൻ്റെ വോളിയത്തിലേക്ക് വരുമ്പോൾ വോളിയം എന്ന് പറയുന്നത് 4/3πr³ എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഗോളവുമായി ബന്ധപ്പെട്ട് മറ്റ് കുറച്ച് ഫോർമുലാസ് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ദിസ് ആർ യുവർ വാച്ചിങ് ലോജിക് മാത്ത് AN ക്രിയേഷൻസ്. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം, വ്യാപ്തമൊക്കെയാണ് ഗോളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഗോളത്തിൻ്റെ വ്യാസം 10 സെൻറ്റിമീറ്റർ ആയാൽ ഉപരിതല വിസ്തീർണം എത്ര? അപ്പോൾ വ്യാസമാണ്. ഓർക്കുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാസമാണോ ആരമാണോ നോക്കാതെ തെറ്റിക്കുന്ന ഒരുപാട് എക്സാമുകൾ തെറ്റിച്ചിട്ടുള്ള ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ ആരമാണെന്ന് കരുതി വ്യാസത്തിനെടുത്ത് ചെയ്തു എന്നൊക്കെ. സോ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക. വ്യാസമാണ്, അതായത് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ആരം എന്ന് പറയുന്നതിന്റെ പകുതിയായിരിക്കും. സോ 5 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉപരിതല വിസ്തീർണം, അതായത് TSA, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം 4πr² എന്നാണ്. അതുകൊണ്ട് തന്നെ 4 × π × r². r² എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 25 ആയിരിക്കും. അതായത് 100π, 25 × 4 100 ആണ്. 100π സെന്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ ഓർക്കുക, ആരവും വ്യാസവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവരുത്. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിന്റെ വ്യാപ്തം എത്ര? അപ്പോൾ 3 സെന്റിമീറ്റർ ആരമുള്ള അപ്പോൾ ഇവിടെ ആരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരം 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തം, അതായത് വോളിയം എത്ര? നമുക്കറിയാം 4/3πr³ എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 × π × r³ എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബാണ്. അതായത് 3 × 3 × 3 നമുക്ക് എഴുതാം. അതായത് ഈ ഒരു 3ഉം ഈ ഒരു 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 9 × 4 എന്ന് പറയുന്നത് 36π സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടേണ്ടത്. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടേണ്ടത്. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 36π സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഇൻ കേസ് ഇല്ലെങ്കിൽ നമ്മൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. പൈയുടെ വാല്യൂ നമുക്കറിയാം, ഒന്നുകിൽ 3.14 എന്നോ അല്ലെങ്കിൽ 22/7 എന്നോ ആണ്. സോ ഇത് ഇല്ല എങ്കിൽ പൈ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ 36π സെന്റിമീറ്റർ ക്യൂബ് തന്നെ. ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 144π സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ആരം എത്ര? ഇപ്പൊ ചോദ്യം ഇവിടെ തിരിച്ചാണ്, കോൺവേഴ്സ് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. ഉപരിതല പരപ്പളവ് തന്നിട്ട് അതിന്റെ ആരമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഉപരിതല പരപ്പളവിന്റെ ഇക്വേഷൻ എഴുതാം. TSA എന്ന് പറയുന്നത് 144π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. π സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് TSAയുടെ ഇക്വേഷൻ അറിയാം. 4πr² എന്നാണ്. അതാണ് നമുക്ക് 144π എന്ന് വന്നിരിക്കുന്നത്. അതായത് TSA 144π എന്ന് പറഞ്ഞാൽ TSAയുടെ ഇക്വേഷൻ 4πr² ആണ്. 4πr² = 144π. ഇനി കോമൺ ആയിട്ടുള്ള നമുക്ക് പൈ ക്യാൻസൽ ചെയ്യാം. നമുക്ക് 6 ആണ് ചോദ്യം. നമുക്ക് r² ഇട്ടതിന് ശേഷം 4നെ നമുക്ക് അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 144/4. മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ /4 ആകും. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 4s are 12. ബാക്കി 2 ഉണ്ട്. 24ൽ 6 4s are 24. ദാറ്റ് ഈസ്
ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 എന്ന് വരും. ആർ ഇസ് ഈക്വൽ ടു √36, അതായത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്, തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഇത് വ്യാപ്തം വന്നതിന് ശേഷം ആരും ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു ഗോളത്തിന്റെ വ്യാപ്തം 972 പൈ സെന്റിമീറ്റർ ക്യൂബ് ആയാൽ ആ ഗോളത്തിന്റെ ആരം എത്ര? സോ ആരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വ്യാപ്തം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് 972 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗോളത്തിന്റെ ആരം എന്ത്? ഇപ്പൊ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം 4/3 പൈ ആർ ക്യൂബ്. അതാണ് നമുക്ക് 972 പൈ എന്ന് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പൈ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആർ ക്യൂബോടെ ഇടുന്നു. ബാക്കിയെല്ലാം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് 3 നമ്മൾ അവിടെ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 അവിടെ പോകുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഡിവൈഡ് ബൈ 4, ന്യൂമറേറ്ററിലുള്ള 4 ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 4s are 8, ബാലൻസ് 1 17, 4 4s are 16, ബാലൻസ് 12, 3 4s are 12. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3 × 3 9, 3 × 4 12, 3 × 2 6, പ്ലസ് 1 7, 729 എന്നാണ് ആർ ക്യൂബ് കിട്ടുന്നത്. അപ്പോൾ ആർ ക്യൂബ് എന്ന് പറയുന്നത് 729 കിട്ടിയെങ്കിൽ ആർ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 729. അപ്പോൾ നമ്മൾ 729നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ദെൻ 2 3s are 6, ബാലൻസ് 1 12, 4 3 3s are 9, ബാലൻസ് 3 വരും. 3 കൊണ്ട് നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് 8 3 1 3 27 3 9 3 3. ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് നമ്മൾ 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യും. ഇതിൽ ഒരെണ്ണം എടുക്കും, ഇവിടെ നിന്ന് ഒരെണ്ണം. ദാറ്റ് ഈസ് 3 × 3 9. 9ന്റെ ക്യൂബാണ് 729. സോ നമുക്ക് പറയാം ആർ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു ഗോളത്തിന്റെ ആരം 5 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങ് വർദ്ധിക്കും? 2 തരത്തിലാണ് ഈ ചോദ്യങ്ങളെ ചോദിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഗോളത്തിന്റെ ആരം 5 മടങ്ങ് വർദ്ധിച്ചാൽ, അപ്പൊ ഗോളത്തിന്റെ ആരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 5 മടങ്ങ് വർദ്ധിച്ചാൽ അതിന്റെ ഉപരിതല പരപ്പളവ് എന്ത് സംഭവിക്കും? അതുപോലെ നമുക്ക് ഒരു ചോദ്യം കൂടെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കാം. അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും നോക്കാം. TSAക്ക് സംഭവിക്കുന്നത് എന്ത്? വോളിയത്തിന് സംഭവിക്കുന്നത് എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കുക, ആരം 5 മടങ്ങ് വർദ്ധിച്ചാൽ, ആരം 5 മടങ്ങ് വർദ്ധിച്ചാൽ TSA എന്ന് പറയുന്നത് എപ്പോഴും 5ന്റെ സ്ക്വയർ ആയിരിക്കും വർദ്ധിക്കുന്നത്. 5ന്റെ സ്ക്വയർ മടങ്ങ്, അതായത് 25 മടങ്ങും. ഇത് 5ന്റെ ക്യൂബ് മടങ്ങ്, അതായത് 125 മടങ്ങും ആയിരിക്കും വർദ്ധിക്കുക. ഇത് ഓർത്ത് വയ്ക്കുക. അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ 4 πr സ്ക്വയർ, ആറിന്റെ സ്ക്വയർ ആണ്. ഇവിടെ 4/3 πr ക്യൂബ് ആണ്. സോ നോക്കുക, ആർ സ്ക്വയർ ആണെങ്കിൽ ഈ ആരത്തിന്റെ 5 മടങ്ങ് സ്ക്വയർ മടങ്ങ് വർദ്ധിക്കും. ക്യൂബ് ആണെങ്കിൽ ക്യൂബ് മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ വോളിയത്തിനകത്ത് ക്യൂബാണ് വരുന്നത്, അതുകൊണ്ട് അത് അതിന്റെ ക്യൂബ് മടങ്ങ് വർദ്ധിക്കും. ഇനി ഉപരിതല പരപ്പളവിനകത്ത് അതിന്റെ സ്ക്വയർ ആണ് വരുന്നത്, അതുകൊണ്ട് സ്ക്വയർ മടങ്ങ്. അപ്പൊ 5 മടങ്ങാണെങ്കിൽ 5ന്റെ സ്ക്വയർ മടങ്ങ്. ഇനി ഒരു പക്ഷേ പറയാണ് 3 മടങ്ങാണ് ആരം വർദ്ധിക്കുന്നത് എങ്കിൽ ഇതിന്റെ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കുമെന്ന് ചോദിച്ചാൽ, ഉപരിതല വിസ്തീർണം ആർ സ്ക്വയർ ആയതുകൊണ്ട് 3ന്റെ സ്ക്വയർ, അതായത് 9 മടങ്ങ് വർദ്ധിക്കും. വോളിയം ആണെങ്കിൽ 3ന്റെ ക്യൂബ്, അതായത് 27 മടങ്ങായിരിക്കും വർദ്ധിക്കുന്നത്. ഓർക്കുക, വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ഫോർമുല പഠിച്ചാൽ പെട്ടെന്ന് പറയാം. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ മടങ്ങ്, ദെൻ വോളിയത്തിൻ്റെത് ക്യൂബ് ആയതുകൊണ്ട് ക്യൂബ് മടങ്ങാണ് വർദ്ധിക്കുന്നത്. ഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ പരമാവധി 5 ലിറ്റർ വെള്ളം കൊള്ളും. എന്നാൽ അതിന്റെ 3 മടങ്ങ് ആരമുള്ള ഗോളാകൃതിയിലുള്ള മറ്റൊരു പാത്രത്തിൽ പരമാവധി എത്ര ലിറ്റർ വെള്ളം കൊള്ളും? നമുക്ക് നോക്കാം. ഗോളാകൃതിയിൽ ഒരു കൊച്ചു ടാങ്ക് ഉണ്ട്, ദെൻ ഒരു വലിയ ടാങ്ക് ഉണ്ട്. ടാങ്കിന്റെ പ്രത്യേകത, ഈ ടാങ്കിന്റെ ആരം എത്രയാണോ അതിന്റെ 3 മടങ്ങാണ് ഈ ടാങ്കിന്റെ ആരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 5 ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ 3 മടങ്ങുള്ള ഗോളാകൃതിയിലുള്ള ടാങ്കിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതിന്റെ ആരത്തിന്റെ 3 മടങ്ങാണ്, ആരത്തിന്റെ 3 മടങ്ങാണ് കൂടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ തന്നിരിക്കുന്ന ലിറ്റർ എന്ന് പറയുന്നതിന്റെ വോളിയമാണ്. അപ്പൊ നമുക്ക് വോളിയത്തിന് എന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് നോക്കാം. 3 മടങ്ങാകുമ്പോൾ നമ്മൾ പറഞ്ഞു വോളിയത്തിൻ്റെത് 4/3 πr ക്യൂബ് ആയതുകൊണ്ട് ക്യൂബ് മടങ്ങായിരിക്കും വോളിയം വർദ്ധിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇപ്പോൾ ഉള്ളത് 6 3 ആയതുകൊണ്ട് 3ന്റെ ക്യൂബ് ആയിരിക്കും വോളിയത്തിനുണ്ടാകുന്ന വ്യത്യാസം. അപ്പൊ 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അതായത് ഇപ്പൊ എത്രയാണോ വോളിയം അതിന്റെ 27 മടങ്ങായിരിക്കും ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇപ്പോൾ ഉള്ളത് 5 ലിറ്റർ ആയതുകൊണ്ട് അതിന്റെ 27 മടങ്ങ്, അതായത് 5 35 5 35 3 അതിന്റെ 10 3 13, അതായത് 135 ലിറ്റർ ആയിരിക്കും ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്.
രണ്ട് ഗോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം 2:3 എങ്കിൽ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം എന്ത്? അപ്പൊ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗോളങ്ങളുണ്ട്, ഇതിന്റെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ ഒന്നാമത്തെ ഗോളത്തിന്റെ ആരം നമുക്ക് R1 എന്നും രണ്ടാമത്തെ ഗോളത്തിന്റെ ആരം നമുക്ക് R2 എന്നും എടുത്താൽ അത് 2:3 ആണ് തന്നിട്ടുണ്ട്. രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ TSAകളുടെ അംശബന്ധം എന്ത്? TSAകളുടെ ഒന്നാമത്തെ TSA ഈസ് രണ്ടാമത്തെ TSA എത്ര? ഇതൊരു ചോദ്യം. ദെൻ ഒന്നാമത്തെ വോളിയം ഈസ് രണ്ടാമത്തെ വോളിയം എത്ര? ഇതും രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുന്നത്. ഓർക്കുക, നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. TSAയിലായതുകൊണ്ട് സ്ക്വയർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ടിന്റെ സ്ക്വയർ എടുക്കുക. 2 സ്ക്വയർ 4 3 സ്ക്വയർ 9. ഇവിടെ വോളിയത്തിൽ ഈ ഫോർമുലയിൽ ക്യൂബ് ആണ് വരുന്നത്, അതുകൊണ്ട് 2 ക്യൂബ് 8 3 ക്യൂബ് 27. വളരെ എളുപ്പമാണ്. ഇവിടെ ആവുമ്പോൾ 2 സ്ക്വയർ 3 സ്ക്വയർ, ഇവിടെ ആവുമ്പോൾ 2 ക്യൂബ് 3 ക്യൂബ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ട് ഗോളങ്ങളുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം 9:16 എങ്കിൽ വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ത്? ഇപ്പൊ ചോദ്യം എങ്ങനെയാണ്? രണ്ട് ഗോളങ്ങളുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം. അപ്പൊ നമ്മൾ നോക്കാം. വിസ്തീർണങ്ങൾ, അതായത് TSA ആണ് ഉദ്ദേശിക്കുന്നത്, ഉപരിതല വിസ്തീർണമാണ്. TSA1 TSA2 എന്ന് പറയുന്നത് 9:16 ആണ്. എങ്കിൽ ഇതിന്റെ വോളിയങ്ങളുടെ അംശബന്ധമാണ് നമ്മുടെ ചോദ്യം. നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ചതാണ്. ആരങ്ങളുടെ അംശബന്ധം അറിയാമെങ്കിൽ വോളിയങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ അതിന്റെ ക്യൂബ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരങ്ങളുടെ അംശബന്ധത്തിന്റെ സ്ക്വയർ ആയിരിക്കും TSAയുടെ അംശബന്ധം എന്ന് പറയുന്നത്. ആരങ്ങളുടെ അംശബന്ധങ്ങളുടെ സ്ക്വയർ അതായിരിക്കും TSAയുടെ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ TSAയുടെ അംശബന്ധം എന്താണോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് ആരങ്ങളുടെ അംശബന്ധം കിട്ടും. അതായത് R1 R2 കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാകും. അതായത് നേരത്തെ നമ്മൾ സ്ക്വയർ എടുത്തപ്പോഴാണ് നമുക്ക് 9:16 കിട്ടുന്നത്. എങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. ഏതിന്റെ സ്ക്വയർ ആണ് 9 എന്ന് നോക്കുക. അതായത് സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3:4 എന്നായിരിക്കും. അതായത് ആരങ്ങളുടെ അംശബന്ധം 3:4 എന്നാണ്. അങ്ങനെയെങ്കിൽ വോളിയങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് ഇതിന്റെ ക്യൂബ് ആയിരിക്കും. അതായത് 3 ക്യൂബ് 4 ക്യൂബ് എന്ന് പറയുന്നത് 27:64. ഓർക്കുക, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആരങ്ങൾ തന്നിരുന്നാൽ വിസ്തീർണം എന്ന് പറയുന്നത് ആരത്തിന്റെ സ്ക്വയർ ആയിരിക്കും. ഇനി വിസ്തീർണത്തിന്റെ അംശം തന്നിട്ട് ആരം ചോദിച്ചാൽ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. വക്കുകളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ത്? അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ്. ഒരു സമചതുര കട്ടയിൽ, അതായത് നമുക്ക് ഇങ്ങനെ ഫിഗർ വെറുതെ വരയ്ക്കാം. ഒരു സമചതുര കട്ട, അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇതിനുള്ളിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളം. അപ്പൊ അത് കൃത്യമായും അതിന്റെ എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ ഫിഗറിൽ വരയ്ക്കാൻ പറ്റൂ. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സമചതുര കട്ടയുടെ മുകൾ ഭാഗത്തിലൂടെ, ഓപ്പൺ ആയ മുകൾ ഭാഗത്തിലൂടെ നമ്മളൊരു ഗോളത്തിനെ അകത്തേക്ക് ഇറക്കി വെക്കുന്നു ചിന്തിക്കുക. അതായത് ഏറ്റവും മാക്സിമം സൈസുള്ള ഗോളത്തിനെ ഇറക്കി വെക്കുന്നു വിചാരിക്കുക. അപ്പൊ അതിന്റെ എല്ലാ സൈഡിലും നിങ്ങൾ തട്ടി നിൽക്കും. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചെത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. ഗോളത്തിന്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗോളത്തിന്റെ വ്യാപ്തം അറിയണമെങ്കിൽ വോളിയം നമുക്കറിയാം 4/3 πr ക്യൂബ് എന്നാണ്. അപ്പൊ നമുക്ക് ആരം അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആരം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നമുക്കറിയാം ക്യൂബിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4/3 π × 3ന്റെ ക്യൂബ്, അതായത് 3 × 3 ക്യാൻസൽ ആവുന്നു. 3 × 3 9, 9 × 4 36 π സെന്റിമീറ്റർ സ്ക്വയറിനായിരിക്കും. മൂടിയുള്ള 17 × 8 × 5 വശമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം എന്ത്? അപ്പൊ ഇവിടെ ഒരു ചതുരപ്പെട്ടിയാണ്. ഇത് ചോദ്യം നമ്മൾ മുമ്പിൽ ഒരു LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ 17 × 8 × 5 എന്ന് പറയുന്നത് അതിന്റെ നീളം, വീതി, ഉയരമാണ്. അപ്പൊ ഈ പെട്ടിക്കകത്ത് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം, ആ ഗോളത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗോളത്തിന്റെ വ്യാസം ചോദിച്ചാൽ, വ്യാസം പോലെ തന്നെ വ്യാപ്തം ചോദിക്കാം, ഉപരിതല പരപ്പളവും ചോദിക്കാം. വ്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ചെറിയ വശം, ഇതിനകത്ത് ചെറിയ വശം ഏതാണോ അതിന് തുല്യമായിരിക്കും അതിന്റെ വ്യാസം എന്ന് പറയുന്നത്. അതായത് D എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് 5ന് തുല്യമായിരിക്കും.
ഇനി അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5/2 തുല്യമായിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ വ്യാപ്തം ചോദിച്ചാൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഓർക്കുക, ചതുരപ്പെട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ, സമചതുരപ്പെട്ടിയിലാണെങ്കിൽ അതിന്റെ വ്യാസം ഒരു വശത്തിന് തുല്യമായിരിക്കും. തൊട്ട് മുമ്പിലുള്ള പറഞ്ഞ ചോദ്യമാണ്. സമചതുരപ്പെട്ടിയിലാണെങ്കിൽ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് വ്യാസത്തിന് തുല്യമായിരിക്കും. ഇനി ഒരു ചതുരപ്പെട്ടിയിലാണെങ്കിൽ ഈ ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് ആ ചതുരപ്പെട്ടിയുടെ ഏറ്റവും ചെറിയ വശത്തിന് തുല്യമായിരിക്കും, അതായത് 5 തുല്യമായിരിക്കും.